ഹായ് ഫ്രണ്ട്സ്, SMS ഇൻഫോടെക് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ കോവിഡ് കാലത്ത് നമുക്കറിയാം നമ്മുടെ ക്ലാസ്സുകളെല്ലാം നടക്കുന്നത് ഓൺലൈനായിട്ടാണ്. പല അധ്യാപകരും പ്രത്യേകിച്ച് കണക്ക് പോലെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നവരും അതുപോലെ തന്നെ ഒത്തിരി എഴുതാനുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നവരെല്ലാം ക്ലാസ് എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതുപോലെയുള്ള നമ്മുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ ജോലിയുടെ ഭാഗമായി ഒത്തിരി പ്രസന്റേഷൻസ് ചെയ്യേണ്ടി വരുന്നവർക്കുമെല്ലാം ഒത്തിരി ഉപയോഗം വരുന്ന ഒരു ഡിവൈസാണ് ഒരു പെൻ ടാബ്ലറ്റ്. നമ്മുടെ ഇന്നത്തെ വിപണിയിൽ ഒത്തിരി തരത്തിലുള്ള പെൻ ടാബ്ലറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്നും ഒത്തിരി ചിലവ് വരാത്തതും എന്നാൽ നല്ലതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ രണ്ട് പെൻ ടാബ്ലറ്റ്സുകളുടെ റിവ്യൂവും അവരുടെ കമ്പാരിസണുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് പെൻ ടാബ്ലറ്റ്സിൻ്റെ കമ്പാരിസണാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് വെയ്ക്കോം എന്ന് പറഞ്ഞ കമ്പനിയുടെ 1 സീരീസിൽ വരുന്ന ഈ ഒരു പെൻ ടാബ്ലറ്റ് ആണ്. ഇതിൻ്റെ സീരിയൽ നമ്പർ വരുന്നത് CTL-672 എന്ന് പറഞ്ഞ മോഡലാണത്. അതുപോലെ നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്തിരിക്കുന്നത് വീക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ A15 Pro എന്ന് പറഞ്ഞ ഈ ഒരു പെൻ ടാബ്ലറ്റ് ആണ്. വെയ്ക്കോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇത് കുറച്ചും കൂടി വലിയ സൈസാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വെയ്ക്കോമിൻ്റെ ഈ 1 സീരീസിൽ വരുന്ന പെൻ ടാബ്ലറ്റിൻ്റെ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇതുപോലെ ഒരു റെഡ് കളറുള്ള ബോക്സിലാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ആക്ച്വൽ പെൻ ടാബ്ലറ്റ് സെപ്പറേറ്റ് ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ്. അപ്പോൾ ഇത് തുറന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഈ ടാബ്ലറ്റ് ആണ്. ഇത് 9x6 സൈസിലാണ് ഈ ടാബ്ലറ്റ് വരുന്നത്. ഇത് കൂടാതെ നമുക്കൊരു USB കേബിൾ വരുന്നുണ്ട്. പിന്നെ ടാബ്ലറ്റിൽ യൂസ് ചെയ്യാനുള്ള പെൻ വരുന്നുണ്ട്. പിന്നെ കുറച്ച് മാനുവൽസ് വരുന്നുണ്ട്. പിന്നെ നമുക്കിതുപോലെ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു 3 അഡീഷണൽ ലിബ് ഈ പെന്നിൻ്റെ നിബ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടാബ്ലറ്റായ A15 Pro കൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ ടാബ്ലറ്റാണ് വരുന്നത്. ഇത് 10x6 സൈസിൽ വരുന്ന ടാബ്ലറ്റാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വരുന്നത് ഒരു ഹാൻഡ് ഗ്ലൗസ് വരുന്നുണ്ട്. നമ്മുടെ പെൻ ഇതിൽ യൂസ് ചെയ്യുമ്പോൾ ഇടാനായിട്ടുള്ളൊരു ഗ്ലൗസ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു കവറിൻ്റെ അകത്താണ് നമ്മളുടെ ആക്ച്വൽ പെൻ വരുന്നത്. ഇതിലും നമുക്ക് രണ്ട് കസ്റ്റമൈസ് ചെയ്യാവുന്ന 2 ബട്ടൺസ് ഉണ്ട്. പിന്നെ നമുക്കൊരു കവറിലായിട്ട് ഒത്തിരി നിബുകൾ വരുന്നുണ്ട്. അതുപോലെ ഒരു നിബ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു USB കേബിൾ വരുന്നുണ്ട്. പിന്നെ കുറച്ച് മാനുവൽസ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഒരു ഡ്രൈവർ ഡൗൺലോഡ് കാർഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കുറേ നിബ്സാണ്. നിബ് ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലെ ഒരു സാധനത്തിൽ അവർ പ്ലേസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു പെൻ ഹോൾഡറും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നമ്മൾ 2 പെൻ ടാബ്ലറ്റ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നമുക്ക് ഇതിൻ്റെ സൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ A15 Proയിൽ നോക്കുവാണെങ്കിൽ ഇത്രയും ആണ് നമുക്ക് യൂസബിൾ ആയിട്ടുള്ള സ്പേസ് വരുന്നത്. എന്നാൽ അതുപോലെ വെയ്ക്കോമിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോട്ടഡ് പോർഷൻസ് കാണാം. ഇവിടെയാണ് നമുക്ക് യൂസബിൾ സ്പേസ് വരുന്നത്. പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A15 Proയിൽ നമുക്ക് ഇവിടെ ഒരു ഡയല് വരുന്നുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു ഡയല് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു 12 അഡീഷണൽ കസ്റ്റമൈസബിൾ ബട്ടൺസും നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് വെയ്ക്കോമിൻ്റെ ആണെങ്കിൽ സെപ്പറേറ്റ് ബട്ടൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളുടെ പെന്നിൽ മാത്രം 2 ബട്ടൺസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ A15 Proയിലേക്ക് നോക്കുവാണെങ്കിൽ അതിൻ്റെ പെന്നിൽ നമുക്ക് 2 കസ്റ്റമൈസബിൾ ബട്ടൺസ് ഉണ്ട്. ഇനി നമ്മൾ ഈ 2 ടാബ്ലറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ A15 Pro വരുന്നത്. നമുക്കിതിൻ്റെ മേളിൽ നമുക്ക് വെയ്ക്കോമിൻ്റെ ടാബ്ലറ്റ് ഒന്ന് വെച്ച് നോക്കാം. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോട്ടഡ് ഏരിയയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതിയാൽ മാത്രമേ നമുക്ക് PC-യിലേക്ക് കിട്ടുള്ളൂ. ഈ ഏരിയ ഓൾമോസ്റ്റ് ഈ സെയിം ഏരിയ തന്നെയാണ് നമുക്ക് A15 Proയിലും വരുന്നത്. ആക്ച്വൽ ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയ്ക്കോമിൻ്റെ കൂടെ വരുന്നത് 9x6 ഏരിയയാണ് വരുന്നത്. എന്നാൽ A15 Proയിൽ വരുന്നത് 10x6 ആണ്. ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസമേ നമുക്ക് A15 Proയിൽ വരുന്നുള്ളൂ. പക്ഷേ ഓവറോൾ ടാബ്ലറ്റിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ A15 Proയ്ക്ക് കുറച്ചും കൂടി വലിയ ഡയമെൻഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള അഡീഷണൽ സ്വിച്ചസ് ആണ്. നമുക്ക് 12 ബട്ടൺസ് ഇവിടെയും ഒരു ബട്ടൺ ഈ ഡയലിൻ്റെ സെൻറ്ററിലും വരുന്നുണ്ട്. ഈ ബട്ടൺസ് കൂടാതെ നമുക്കൊരു റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയലും കൂടി അവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻസ് ഈ ബട്ടൺസിലും അതുപോലെ തന്നെ ഈ ഡയലിലെല്ലാം നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും വേണമെങ്കിൽ നമുക്ക് ഈ ഡയൽ യൂസ് ചെയ്യാം.
അതുപോലെ ഇപ്പോൾ റിഫ്രഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അൺഡു ബട്ടണായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അസൈൻ ചെയ്യാം. അതുപോലെ നമുക്ക് ഫോട്ടോഷോപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയർസിൽ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഷോർട്ട് കട്ട്സും ഇതിലേക്ക് അസൈൻ ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം തിക്നെസ് തന്നെയാണ് വരുന്നത്. വെയിറ്റും വലിയ ഡിഫറൻസ് ഇല്ല, എന്നാൽ A15 Proന് ഒരു അല്പം കൂടുതലുണ്ട്. ഇനി നമ്മളുടെ Wacomന്റെ ടാബ്ലറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ അവർ 4 റബ്ബർ ബുഷസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു Wacomന്റെ ഒരു ലോഗോ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ നമുക്ക് PC-യിലേക്ക് കണക്ട് ചെയ്യാനുള്ള USB പോർട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെയ്ക്കിൻ്റെയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ നമുക്ക് വർക്ക് ഏരിയ ഉണ്ട്, പിന്നെ കുറേ ബട്ടൺസ് ഈ സൈഡിലുണ്ട്, ഒരു ഡയൽ വരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ Wacomലുള്ളതുപോലെ തന്നെ 4 നല്ല റബ്ബർ ബുഷസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വെയ്ക്കിൽ വരുന്നത് C ടൈപ്പ് USB പോർട്ടാണ് വരുന്നത്. അത് ഈ സൈഡിലായിട്ട്, ഡയലിൻ്റെ സൈഡിലായിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ 2 ടാബ്ലറ്റിൻ്റെ കൂടെ വരുന്ന പെൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Wacomന്റെ കൂടെ വരുന്ന പെൻ കുറച്ച് ലെങ്ത് വൈസും കുറവാണ്, അതുപോലെ അതിൻ്റെ ഡയമീറ്ററും കുറച്ച് കുറവാണ്. ഇതാണ് നമുക്ക് വെയ്ക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ടാബ്ലറ്റിൻ്റെ കൂടെ വരുന്നത്. ഇത് Wacomന്റെ കൂടെ വരുന്നതാണ്. രണ്ടിലും കസ്റ്റമൈസബിൾ 2 ബട്ടൺസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടാബ്ലറ്റിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ആക്സസറീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വെയ്ക്കിൻ്റെ കൂടെ വരുന്നത് ഇതുപോലെ ഒരു USB കേബിള്, അതുപോലെ ഇതുപോലെ ചെറിയൊരു ഗ്ലൗസ് വരുന്നുണ്ട്, പിന്നെ കുറേ നിപ്സ് അത് ഇട്ട് വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് വരുന്നുണ്ട്, പിന്നെ ഒരു പെൻ സ്റ്റാൻഡ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ പെൻ വരുന്നുണ്ട്, പിന്നെ നിയർലി 20 നിപ്സ് ഒരു പാക്കറ്റിലുണ്ട്, അതുപോലെ ഒരു നിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അറ്റാച്ച്മെൻറ്റും വരുന്നുണ്ട്. ഈ ഒരു മോഡലിൻ്റെ കൂടെ ഈ പെൻ ഹോൾഡർ ഉള്ളത് വളരെ കൺവീനിയൻ്റ് ആണ്. നമ്മളിത് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ഈ പെൻ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് ഇതിൽ സുഖമായിട്ട് ഇതുപോലെ വെക്കാൻ കഴിയുന്നതാണ്. അതേസമയം നമ്മളുടെ Wacom ടാബ്ലറ്റിൻ്റെ കൂടെ വരുന്നത് അതിൻ്റെ പെന്നും കുറച്ച് 3 നിപ്സും നിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അറ്റാച്ച്മെൻറ്റും പിന്നെ ഈ USB കേബിളും മാത്രമാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ Wacomന്റെ ടാബ്ലറ്റ് PC-യിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന USB കേബിൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരെൻഡ് നമ്മുടെ ടാബ്ലറ്റിലേക്കും ഒരെൻഡ് PC-യിലേക്കും കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കേബിൾ കണക്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ്, ചെറിയൊരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് കത്തി നിൽക്കുന്നത് കാണാം. നമുക്ക് ഒരു വൈറ്റ് കളറുള്ള ലൈറ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ടാബ്ലറ്റ് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ടത് Wacomന്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ വൺസ് നമ്മളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ Wacom tablet.exe എന്ന് പറഞ്ഞൊരു ഫയലായിരിക്കും കിട്ടുന്നത്. അത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയറിനെ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ പെന്നിലുള്ള ബട്ടൺസ് എല്ലാം കസ്റ്റമൈസ് ചെയ്യാനും അതുപോലെ പെന്നിൻ്റെ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്താണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറിനകത്ത് മൈ ഡിവൈസിൻ്റെ അടിയിൽ നമ്മളുടെ ഡിവൈസ് വരെ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് പെൻ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോപ്പപ്പ് വിൻഡോ കിട്ടും. ഇതിൻ്റെ അകത്ത് നമ്മുടെ പെൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് നമ്മുടെ പെൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യണം, അതുപോലെ പെൻ നമ്മളിപ്പോൾ ജസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ടാബ്ലറ്റിൽ പതിയെ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ഒരു സെൻസിറ്റിവിറ്റി, അതിൻ്റെ ഒരു പ്രഷർ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എല്ലാം അവിടെ കറക്റ്റായിട്ട് കാണിക്കും. അത് നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം സെൻസിറ്റീവ് ആകണം എന്നുള്ളതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ടാബ്ലറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡെസ്ക്ടോപ്പിലെ സ്ക്രീൻ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ അങ്ങനെ തന്നെ മാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണാവുന്നത് പോലെ നമ്മളുടെ സ്ക്രീൻ നേരെ ഈ ടാബ്ലറ്റിൻ്റെ വർക്ക് ഏരിയയിലേക്ക് അവർ മാപ്പ് ചെയ്തിരിക്കുകയാണ്. ഡിഫോൾട്ടായിട്ട് ഫുൾ സ്ക്രീൻ ആയിരിക്കും അവർ മാപ്പ് ചെയ്തിരിക്കുന്നത്, അതും ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും മാപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പോർട്രേറ്റ് മോഡിലേക്കോ അതോ ഫ്ലിപ്ഡ് മോഡിലേക്കോ ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് അവരിതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ ഏരിയ ഇതുപോലെ മാപ്പ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും ഇവിടെ ഒരു ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പെന്നായിട്ട് മാത്രമല്ല ഒരു മൗസായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോഡിൻ്റെ അകത്ത് ഈ പെൻ എന്നുള്ളത് മാറ്റിയിട്ട് വേണമെങ്കിൽ മൗസ് നല്ല രീതിയിൽ കൊടുക്കാം. ഇനി നമുക്ക് ഈ പെൻ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ പെയിൻറ്റ് സോഫ്റ്റ്വെയർ ഒന്ന് റൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ മൗസിന് പകരം ഈ പെൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എഴുതാനായിട്ടാണെങ്കിൽ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പെൻ യൂസ് ചെയ്ത് നമ്മൾ പേപ്പറിൽ എഴുതുന്നത് പോലെ തന്നെ എഴുതാൻ പറ്റുന്നതാണ്. സോ നമുക്കിനി പവർ പോയിന്റിൽ എങ്ങനെ ഈ പെൻ ടാബ്ലറ്റ് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്ലൈഡ് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് പവർ പോയിൻ്റ് അകത്ത് ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നല്ലെങ്കിൽ ഈ ടൂൾസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്ലൈഡിൽ എഴുതാം. അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റേഷൻ മോഡിലാണെങ്കിൽ
സപ്പോസ് ഞാൻ ഈ ഒരു സ്ലൈഡിലാണ് ഈ പെൻ ടാബ്ലറ്റ് യൂസ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് ഇവിടെ ഒരു പെൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ പെൻ യൂസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ എന്തെങ്കിലും നോട്ട്സോ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യാനായിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഈ ഗ്രാഫിൻ്റെ അകത്ത് ഈ പോയിന്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഈ പെൻ യൂസ് ചെയ്ത് നമ്മൾ സാധാരണ പെൻ പേപ്പറിൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ എനിക്കിവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് ഒക്കെ എഴുതണം അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ അതും എനിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പെൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പെന്നിന് കൊടുക്കുന്ന പ്രഷർ അനുസരിച്ച് നമ്മുടെ ലൈനിൻ്റെ തിക്നെസ് ഇവിടെ മാറുന്നതാണ്. ഞാനിപ്പോൾ വളരെ ലൈറ്റ് ആയിട്ടാണ് ഈ പെൻ പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം വളരെ ചെറിയൊരു ലൈനായിരിക്കും നമുക്കിവിടെ വരുന്നത്. അതേസമയം ഞാൻ നല്ലപോലെ പ്രസ് ചെയ്തിട്ടാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ലൈനിൻ്റെ തിക്നെസ്സും കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ച് പ്രഷർ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് തിക്നെസ് കുറവ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് നമ്മളുടെ വെയ്ക്കിൻ്റെ ടാബ്ലറ്റും കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ വെയ്ക്കിൻ്റെ ടാബ്ലറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ USB കേബിൾ യൂസ് ചെയ്ത് ഇത് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയ്ക്കിൻ്റെ ടാബ്ലറ്റ് കണക്ട് ചെയ്ത് സ്ഥിതിക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവരുടെ സൈറ്റിൽ കയറിയിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറും കൂടി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. വെയ്ക്കിൻ്റെ ടാബ്ലറ്റിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് യൂസ് ചെയ്ത് ഡയറക്റ്റ് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്ന പേജിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ വൺസ് അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും കിട്ടുന്നത്. Veikk ടാബ്ലറ്റ് എന്നാണ് ഇവരുടെ സോഫ്റ്റ്വെയറിൻ്റെ പേര്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഐക്കൺ കിട്ടും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ Veikk പെൻ ടാബ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ Wacomന്റെ സോഫ്റ്റ്വെയറിൽ കണ്ടതുപോലെ തന്നെ എല്ലാ ഓപ്ഷൻസും ഇതിലും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്കിവിടെ പെന്നിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതുപോലെ പെന്നിൻ്റെ ബട്ടൺ കസ്റ്റമൈസേഷന് വേണ്ടിയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ മെനൂസ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ ബട്ടൺസും ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ വേണോ അതോ കീബോർഡിൻ്റെ ഏതെങ്കിലും ഷോർട്ട് കട്ട്സ് ആയിട്ട് അസൈൻ ചെയ്യണോ, ടാബ്ലറ്റിൻ്റെ ഏതെങ്കിലും ഫംഗ്ഷനായിട്ട് പെൻ ഇറേസർ സ്വിച്ച് ചെയ്യാനുള്ള രീതിയിൽ അസൈൻ ചെയ്യുന്നു, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ യൂസ് ചെയ്യുന്ന പെന്നിൻ്റെ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ മാപ്പിംഗ് ഫംഗ്ഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. നമ്മൾ Wacomൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ അങ്ങനെ തന്നെയാണ് ഈ ടാബ്ലറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നത്. നമ്മൾ Wacomന്റെ സോഫ്റ്റ്വെയറിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ സ്ക്രീനായിട്ട് നമുക്ക് മാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദ സ്ക്രീനായിട്ട് വേണമെങ്കിൽ നമുക്ക് മാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വിൻഡോസിൻ്റെ ഇങ്ക് ഫംഗ്ഷൻ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവർ ഈ സോഫ്റ്റ്വെയറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈറ്റ് ഹാൻഡഡ് യൂസർ ആണോ ലെഫ്റ്റ് ഹാൻഡഡ് യൂസർ ആണോ എന്നനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അഡീഷണൽ ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫംഗ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ ഈ ടാബ്ലറ്റിൽ കൊടുത്തിരിക്കുന്ന കീസിൻ്റെ കസ്റ്റമൈസേഷൻ്റെ ഓപ്ഷൻ എല്ലാം ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് അവർ കുറേ കീസ് അസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കമാൻഡ് എന്താണോ അത് അസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ കീസ് മാത്രമല്ല നമുക്കൊരു ഡയലും കൂടിയുണ്ട്. അപ്പോൾ ഡയലിനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നമുക്കൊരു സെക്കൻഡ് ടാബ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്കൊന്ന് പെയിന്റ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ വാക്കോമിൽ കണ്ടതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിതിൽ എഴുതാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നമുക്കിവിടെ എഴുതാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് കൂടി ഒന്ന് എഴുതി നോക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇക്വേഷൻസും മെട്രിക്സ് എല്ലാം ഈ ടാബ്ലറ്റ് യൂസ് ചെയ്തും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സെയിം സ്ലൈഡാണ്. ഇതിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രസൻറ്റേഷൻ ഇടയിൽ നമുക്ക് ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം എഴുതണമെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ഈ പെൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇതുപോലെയുള്ള പെൻ ടാബ്ലറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്കുള്ള വേറെ കുറച്ച് അഡ്വാൻറ്റേജസ് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ നമ്മൾ നോർമലി ഒരു ഇക്വേഷൻ എഴുതണമെങ്കിൽ നമ്മളതിൽ ഇക്വേഷൻ എഡിറ്റർ എന്നുള്ള ഓപ്ഷൻസിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്താണ് സാധാരണ ചെയ്യാറുള്ളത്. അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്തായാലും നമുക്കിതുപോലെ ഒരു പെൻ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വേർഡിൻ്റെ അകത്ത് ഡ്രോ എന്ന് പറഞ്ഞ ടാബ്ലറ്റിൻ്റെ അകത്ത് ഇങ്ക് ടു മാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ കിട്ടും.
അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ നമ്മൾ സാധാരണ ഹാൻഡ് റൈറ്റിംഗ് യൂസ് ചെയ്ത് തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. നമ്മൾ സാധാരണ പേപ്പറിൽ എഴുതുന്നത് പോലെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റ് ആയിട്ട് വേർഡ് തന്നെ കൺവേർട്ട് ചെയ്തോളൂ. സോ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മേളിൽ നോക്കിയാൽ കാണാം ആ ഇക്വേഷൻ അതുപോലെ തന്നെ ടെക്സ്റ്റ് ആയിട്ട് വേർഡ് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇൻസേർട്ടിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇക്വേഷൻ എഡിറ്ററിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതേ സെയിം ഓപ്ഷൻ നമുക്ക് പവർ പോയിന്റിലും അവൈലബിൾ ആണ്. നമ്മൾ ഈ ഡ്രോ ടാബിൽ വരുവാണെങ്കിൽ നമുക്ക് ഇങ്ക് ടു മാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ പവർ പോയിന്റിലും അവൈലബിൾ ആണ്. പവർ പോയിന്റിൽ നമുക്കൊരു അഡീഷണൽ ഓപ്ഷൻ കൂടി ഉണ്ട്, ഇങ്ക് ടു ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് സപ്പോസ് ഞാൻ റഫായിട്ട് ഒരു സർക്കിൾ വരക്കുവാനുള്ള, അപ്പോൾ പവർ പോയിന്റ് അത് ഓട്ടോമാറ്റിക്കലി ഒരു പെർഫെക്റ്റ് സർക്കിളായിട്ട് എനിക്ക് മാറ്റി തരുന്നതാണ്. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ ആണെങ്കിലും, ഇനി അതല്ല ഒരു റെക്റ്റാങ്കിൾ ആണ് ഞാൻ വരക്കുന്നതെന്നുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്ത് പെർഫെക്റ്റ് ഷേപ്പിലേക്ക് മാറ്റും. ഇതാണ് നമ്മളുടെ ഇങ്ക് ടു ഷേപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ഇതുപോലെ ഒരു പെൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നമ്മളുടെ ഈ വെയ്ക്ക് എന്ന് പറഞ്ഞ ടാബ്ലറ്റിൻ്റെ ഈ ഒരു ഡയലിൻ്റെ പർപ്പസ് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഡയലിൽ ഡിഫോൾട്ടായിട്ട് അവർ അസൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സെൻട്രൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ കറൻ്റ്ലി ഏത് മോഡാണെന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു തവണ പ്രസ് ചെയ്യുവാണ്. അപ്പോൾ അത് സൂം മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് അടിയിൽ നോക്കിയാൽ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അത് വീൽ മോഡിലേക്ക് മാറി. ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് സൂം എന്ന് പറഞ്ഞൊരു മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഫോട്ടോഷോപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയർസിൽ നമുക്ക് ബ്രഷിൻ്റെ സൈസ് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മോഡ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് സൂം മോഡിലിട്ടിട്ട് ഈ ക്രോമിൻ്റെ അകത്ത്, ഞാനിപ്പോൾ ആമസോണിൻ്റെ സൈറ്റിലാണ് നിൽക്കുന്നത്, ഞാനിപ്പോൾ ഈ ഡയലൊന്ന് ജസ്റ്റ് തിരിച്ച് നോക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ നമുക്ക് ഈ വെബ് പേജ് സൂം ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സൂം ഔട്ടും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ മോഡിൽ നിന്ന് മാറ്റിയിട്ട് വീൽ എന്ന് പറഞ്ഞ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഞാൻ ഒന്നുകൂടി പ്രസ് ചെയ്തപ്പോൾ അത് വീൽ എന്ന് പറഞ്ഞ മോഡിലേക്കായി. ഇപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് പോലെ ഇത് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൗസിൽ സ്ക്രോൾ ചെയ്യുന്ന സെയിം പർപ്പസ് നമുക്ക് ഈ ഡയൽ തിരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്രഷിൻ്റെ സൂം ഫംഗ്ഷൻ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഞാൻ ഈ സെൻട്രൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഫോട്ടോഷോപ്പാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ പ്രസൻ്റ്ലി നമുക്ക് 13 ആണ് ബ്രഷിൻ്റെ സൈസ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഡയലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് 20ലേക്ക് വന്നു, 30, 40, അതുപോലെ നമ്മൾ 10 വെച്ച് ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ പെൻ എടുത്തിട്ട് ഇതിൽ വരയ്ക്കുവാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അതിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് കുറച്ചധികം വലുതാക്കി നോക്കാം സൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഇതുപോലെ ഒരു മോഡും കൂടി അല്ലെങ്കിൽ ഇതുപോലെ ഒരു പർപ്പസും കൂടി നമുക്ക് ഈ ഡയൽ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ രണ്ട് ടാബ്ലറ്റിനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത് സാധാരണ ഒരു ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ലൈവായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാനോ വരയ്ക്കാനോ വേണ്ടി മാത്രമാണെങ്കിൽ ഈ രണ്ട് ടാബ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മളൊരു ടാബ്ലറ്റ് നോക്കുന്നതെങ്കിൽ വെയ്ക്കോമിൻ്റെ ടാബ്ലറ്റ് വാങ്ങിക്കാനായി ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുള്ളൂ. അത് മറ്റൊന്നും ഉണ്ടായിട്ടല്ല, വെയ്ക്കോമിൻ്റെ ടാബ്ലറ്റ് കുറച്ചും കൂടി കോമ്പാക്റ്റ് ആണ്. അപ്പോൾ നമുക്കത് ഈസിയായി എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ ആർട്ട് വർക്ക്സ് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയറുകളിൽ യൂസ് ചെയ്യാനുമായിട്ടാണ് ഒരു ടാബ്ലറ്റ് നോക്കുന്നതെങ്കിൽ A15 Pro ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡയലും അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാവുന്ന കീസും നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ആക്സസറീസിൻ്റെ കാര്യത്തിലായാലും വിലയുടെ കാര്യത്തിലായാലും ഞാൻ A15 Pro തന്നെ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുള്ളൂ. നമുക്ക് A15 Proൻ്റെ കൂടെ ഒത്തിരി ആക്സസറീസ് കമ്പനി തരുന്നുണ്ട്. അതിൻ്റെ കൂടെ വരുന്ന പെൻ സ്റ്റാൻഡ് പേഴ്സണലി എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി നിപ്സും ഗ്ലൗസും എല്ലാം ഈ A15 Pro മോഡലിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.